നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിപ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ അടുത്ത് കണ്ടത്, അതായത് കഴിഞ്ഞ ദിവസം കണ്ടത് ആരതി എന്ന പെൺകുട്ടിയുടെ 27 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം എനിക്ക് തോന്നുന്നത് 2021 വിസ്മയ എന്ന് പറഞ്ഞ കേസ്, അത് ശരിക്കും നമ്മുടെ കേരളത്തിന് ശരിക്കും ഒരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസ് തന്നെ അല്ലെ. അത്രയും സ്വർണ്ണാഭരണവും അതേപോലെ കാറും എല്ലാം കൊടുത്തു വിട്ടിട്ട് പോലും സ്ത്രീധനമായി പാരൻസ് കൊടുത്തു വിട്ടിട്ട് പോലും എന്നിട്ടും കൂടുതൽ ആർത്തി, അതായിരുന്നു ആ കേസിലെ പ്രതിക്കുണ്ടായത്. ആ പെൺകുട്ടി ലാസ്റ്റ് എന്താ, ജീവനൊടുക്കി ആത്മഹത്യ ചെയ്തു. പിന്നീട് പല വിധത്തില് സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികള് മരണം സംഭവിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അല്ലെ. നമ്മുടെ നാട് അതിപ്പോ എനിക്ക് തോന്നുന്നത് നിത്യസംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് നമ്മളാ മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, ഗർഭിണിയായ സ്ത്രീ, അവര് മരിച്ചതും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കഥകളാണല്ലേ. ഈ ആരതിയുടെ കേസ് തന്നെ 27-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ്. അത് ആരതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പ്രവാസിയാണ്. 50 പവൻ സ്വർണം കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു വിട്ടത്. അതിനു മുമ്പ് കുറച്ചാൾ മുമ്പ് വരെ ഈ പെൺകുട്ടി ഒരു സർക്കാർ സ്ഥാപനത്തിലെ പെർമനന്റ് അല്ലാതെ താൽക്കാലികമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതിനിടയിലാണ് ഈ വിവാഹം വന്നത്, ഈ പയ്യനെ വിവാഹം കഴിക്കുന്നത്. അന്ന് ഇവര് വീട്ടുകാര് കല്യാണം നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അവന് ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്, ബാങ്ക് മാനേജർ ആണെന്നൊക്കെ പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയത്. ഇവരുടെ ഈ ചെറുക്കന്റെ അച്ഛനും അമ്മയ്ക്കും ഡ്രൈവിംഗ് സ്കൂളോ അങ്ങനെയുള്ള പല പരിപാടിയും, പിന്നെ ഒരു അനിയനുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവന് അതേപോലെ തന്നെ പല പെൺകുട്ടികളായിട്ട്, പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, പ്രേമം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവൻ എപ്പോഴും ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമാവുന്ന ഒരു കേസ് തന്നെയാണ്. അതായത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി ഇരുന്നിട്ട് ആ പെൺകുട്ടിനെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അടിക്കും, അങ്ങനെ പല രീതിയിൽ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മയോട് പറഞ്ഞിട്ട് പറയുക മാത്രമല്ല, ഈ പെൺകുട്ടിനെ ഉപദ്രവിച്ചിട്ടുള്ള പല മുറിവുകളും, ഇയാൾ ഉപദ്രവിച്ചത് മൂലമുണ്ടായ ശരീരത്തിലെ മുറിവുകൾ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് പലതും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അമ്മ ഇതൊക്കെ കണ്ടിട്ടുമുണ്ട്. ഈ അച്ഛൻ പ്രവാസി ആയതുകൊണ്ട് തന്നെ, അച്ഛൻ ഇപ്പോഴും പ്രവാസിയാണ്. അച്ഛൻ ഈ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. അച്ഛൻ ഈ മകൾക്ക് വേണ്ടി ഇത്രയും സ്ത്രീധനം കൊടുത്ത് കല്യാണമൊക്കെ വളരെ അധികം ആർഭാടപൂർവമായിട്ട് നടത്തിയ കല്യാണം എന്നാ പറയണത്. അത്രയും വളരെ ഗംഭീരമായി നടത്തിയൊരു കല്യാണം. എന്നിട്ട് ആ പെൺകുട്ടിക്ക് അവസാനം സംഭവിച്ചതോ മരണം തന്നെ. നമ്മൾ ഇത് ഇനി എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതിന് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിന്റെ മുഖ്യ പങ്ക് സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പെൺകുട്ടിക്ക് ഇങ്ങനെ, അതായത് 1.5 കൊല്ലമായി ഇവരായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഇയാളായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഈ 1.5 കൊല്ലമായിട്ട് ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക പീഡനം വളരെയായിട്ടുണ്ട്. ആ പെൺകുട്ടിയെ വളരെയധികം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ അമ്മ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു, കുടുംബമല്ലേ, കല്യാണം. അപ്പൊ അമ്മയുടെ മൈൻഡിൽ ചിന്താഗതി മേ ബി ഇങ്ങനെ ആയിരിക്കും, തുടക്കമല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ശരിയായിക്കോളും, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അമ്മയ്ക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പൊന്നു മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ ഇനിയും ആൾക്കാർ പോരാനുണ്ടെന്നാണ് നമുക്ക് ഇതിലൂടെ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ പെൺകുട്ടികളെല്ലാം സഹിച്ച് നിങ്ങൾ അവിടുത്തെ നല്ല പൂമുഖവാദിക്കലിലെ ഭാര്യയായിട്ട് കഴിയണമെന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളത് നിർത്തുക. ആ കാലമൊക്കെ മാറി. ആ പെൺകുച്ചി ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ അവിടെ ഉണ്ടായേനെ, ഒന്നും സംഭവിക്കില്ലായിരുന്നു. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തിനായി ജീവിക്കണത്? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം കിട്ടിയോ? ആ വീട്ടുകാരോടാ. നിങ്ങൾ ശരിയാണ്, നിങ്ങളിപ്പോ ദുഃഖത്തിലായിരിക്കും എന്നുള്ള കാര്യം അറിയാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു പിഴയും ഉണ്ട്. ഞാനൊരു കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയാണ്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മോളെ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്തുമാകട്ടെ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലോട്ട് കയറി വരാം. എൻ്റെ അച്ഛന് അവധി ഉള്ളത് വരെ എൻ്റെ അച്ഛൻ എന്നെ നോക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അത് ചെറിയൊരു പ്രശ്നമാണെങ്കിലും നിനക്ക് വീട്ടിലോട്ട് പോരാം എന്ന് പറഞ്ഞു. അത് ഒരിക്കലും എന്താ പറയണത്,
അതായത് നമ്മൾ വേറൊരു ചിന്താഗതിയിലോട്ട് നമ്മൾ പോകരുത്. നമുക്കൊരു സപ്പോർട്ട് ഇല്ലായ്മ തോന്നരുത് എന്നതിന് എനിക്ക് എൻ്റെ അച്ഛൻ തന്നിരിക്കുന്ന ഒരു ബലമാണ് അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അതിന് ഇപ്പൊ ഒരു ഒരു അഭിമാനം പോകുന്നതോ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ തിരിച്ചു വരുന്നത് ഒരു അഭിമാനം ഇല്ലാത്തൊരു കാര്യമാണ്, അഭിമാനം പോകുന്ന ഒരു കാര്യമാണെന്ന് എൻ്റെ അച്ഛൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എൻ്റെ അച്ഛനൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികള് വീടിന്റെ അഭിമാനമാണെന്ന് തന്നെയാണ്. അതിപ്പോ ഡിവോഴ്സ് ആയാലും ആയില്ലെങ്കിലും, വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, അതൊക്കെ ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരച്ഛൻ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പല പ്രശ്നങ്ങളും എൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഈ ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ അച്ഛന് ഭയങ്കര പേടിയായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് പറയാതിരിക്കുവോ, അങ്ങനെ പറയാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞില്ല, അച്ഛൻ നിങ്ങളൊന്നും ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിന് തരണം ചെയ്യാനുള്ള ഗട്ട്സ് എനിക്കറിയാം. എനിക്ക് അങ്ങനെ ഒരു ഗട്ട്സ് ഇല്ലായ്മ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അങ്ങനെ എൻ്റെ പാരൻസ് എനിക്ക് അങ്ങനെ ഒരു ധൈര്യം തന്നിട്ടുണ്ട്. ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും, എന്ത് പ്രശ്നം ആണെങ്കിലും, ഇപ്പൊ എൻ്റെ ഹസ്ബൻഡായിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടായാലും എനിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലാം എന്നുള്ളൊരു ധൈര്യം എനിക്ക് എൻ്റെ അച്ഛൻ തന്നിട്ടുണ്ട്. അതില് നാട്ടുകാരെ ഒന്നും പഴിക്കേണ്ട കാര്യമില്ല, അവരൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവര് പറയേണ്ടവര് എന്താണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ? എന്താണെങ്കിലും ഇപ്പൊ നമ്മളൊരു നല്ല കാര്യം പറയുന്നതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിനെ കുറിച്ച് പറയാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഈ ദരിദ്ര ഭർത്താവ് എന്ന് പറയാനുള്ള, സത്യം പറഞ്ഞ എന്തൊരു വലിയൊരു ക്രൂരനാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ മകള് ഇങ്ങനെ അതായത് സൂയിസൈഡിനൊരു ഇത് കാണിച്ചപ്പോഴത്തേക്കും തന്നെ ഈ പറയുന്ന അമ്മ ഈ ചെറുക്കനോട് വിളിച്ച് പറയുന്നുണ്ട്, ഇവര് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ ചെറുക്കൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെറുക്കൻ അവിടെ പോയിട്ട് പുറത്തു പോയിരുന്നു. അതായത് വീട് ലോക്ക് ചെയ്തേക്കണ, അവളെ വിളിക്കാനോ പിടിക്കാനോ ഒന്നും നിന്നൊന്നുമില്ല. പുറത്തു പോയിരുന്നിട്ട് ആ കുട്ടി ഇവിടെ നിന്ന് വിട്ട്, നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട്ടു പോണ വരെ അവൻ അവിടെ നിൽക്കുക. അവള് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. സൂയിസൈഡ് അല്ല, ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും ഇവന് വേറെ പ്രശ്നമൊന്നും വരില്ലെന്ന് ഇവൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. ആ കുട്ടി പോയി. ഈ പെൺകുട്ടിയുടെ 50 പവന്റെ സ്വർണം മുഴുവൻ ഇവൻ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ ഇവന്റെ ആർഭാട ജീവിതത്തിനായിട്ട് ഇവൻ അതൊക്കെ ചെലവഴിച്ചു. ഇവന് ട്രിപ്പ് പോവുക, ഇവളുടെ സ്വർണ്ണാഭരണം എടുക്കുക, ട്രിപ്പ് പോവുക, കറങ്ങി അടിക്കുക, തിരിച്ചു പോവുക. അതേപോലെ തന്നെ ഇവനൊരു കാമുകിയുണ്ട്, പല കാമുകിമാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ കത്തിനകത്ത് കുറിപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടന് എന്നെ ഇഷ്ടമല്ല, വേറൊരു പെൺകുട്ടീനാണ് ഇഷ്ടം എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. എൻ്റെ പൊന്നെ പെൺകുട്ടികളെ, ഞാൻ നിങ്ങളോട് വീണ്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കാം. ഒരുത്തന് നിങ്ങളെ വേണ്ട എന്ന് വെക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങളെ വേണ്ട എന്നവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തീരുമാനിക്കുക, അവൻ എന്നെ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അവനെ വേണ്ടെന്ന് വെച്ചാന്ന് ഓർക്കുക. അതാണ് അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്കൊരു എന്താ പറയണത്, ഒരു കടിച്ചു തൂങ്ങി ഒരു ജീവിതം വേണ്ട. അത് ആ ഒരു എന്താ പറയണ, ആ ഒരു ചിന്താഗതിയിലോട്ട് ഓരോ പെൺകുട്ടിയും എത്തണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു വലിയ എത്ര പവിത്രമായ ബന്ധവും വേണ്ട. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ലൈഫ് മതി. അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം വേണ്ട. ഒരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ ഒരിക്കലും ഒരു പുരുഷന്റെ സഹായം വേണ്ട. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ ജീവിതത്തിൽ എന്തിനാ നമ്മൾ കടിച്ചു തൂങ്ങി കിടക്കണേ? എന്തിനാ ഇങ്ങനെയുള്ളവന്മാർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മളെന്തിനാ ഹോമിച്ച് കളയുന്നതിന്റെ ആവശ്യം എന്തിരിക്കണം? ഒരാവശ്യമില്ല. അത് ഇനിയെങ്കിലും പെൺകുട്ടികൾ മനസ്സിലാക്കുക. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. വരുന്നിടത്ത് വെച്ച് കാണും. നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്ന ഈ അരുതായത്ത ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചിന്തകളൊക്കെ ചെയ്യാനുള്ള ധൈര്യം വേണ്ട നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട്. എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം വെക്കുക. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്, നിങ്ങൾക്ക് ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടും. എന്തുണ്ടെങ്കിലും അപ്പൊ അവിടെ വെച്ച് കാണാം എന്നൊരു ചിന്താഗതി വെക്കുക എല്ലാ പെൺകുട്ടികളും. അതെ, ഇതിപ്പോ കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് വീണ്ടും പറയുന്ന വെച്ചാൽ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിച്ച് കളയുക എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം സങ്കടം തോന്നും. ആ അച്ഛന്റെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അച്ഛൻ ജീവിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഈ പ്രവാസ ജീവിതം എന്നൊക്കെ പറയണത് നമുക്ക് ഒരു തരത്തിലും ഒരു സന്തോഷമില്ലാത്തൊരു ജീവിതമാണ്. അവർ ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാ? തൻ്റെ മക്കളും കുടുംബവും നല്ല ജീവിതം ജീവിക്കണം എന്നൊരു ആഗ്രഹത്തോടെ ആയിരിക്കും ഓരോ പ്രവാസികളും.
അച്ഛൻ എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടാവും. ഇപ്പൊ സ്വന്തം മകൾക്ക് വേണ്ടി ഇത്രയും പവൻ ഇത്രയും സ്വർണവും കൊടുത്ത് അയാളുടെ അധ്വാനം മുഴുവൻ മാറ്റി വെച്ച് അയാൾ കല്യാണം കഴിച്ച് കൊടുത്തു വിട്ടിട്ട് അവളുടെ ഒരു ഗതി ഇങ്ങനെ ആവുമ്പോഴത്തേക്കും ആ അച്ഛൻ എന്തുമാത്രം വിഷമം ഉണ്ടാവും. ആ അച്ഛന് അവസാന നേരത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ട മകളാണത്. ആ മകൾ ഇന്നില്ല. കാരണം ഇവനെ പോലുള്ള തെമ്മാടിമാര്, ചിലർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ട്, അതായത് ആൺമക്കള് കല്യാണം കഴിഞ്ഞാൽ നന്നാകും എന്നൊരു ചിന്താഗതിയുള്ള അമ്മമാരൊക്കെ ഉണ്ട്, ആൺകുട്ടികളുടെ അമ്മമാർ. അതൊക്കെ സത്യം പറഞ്ഞാൽ ബുൾഷിറ്റാന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ അങ്ങനെ ഒരാൾ നന്നാവാൻ വേണ്ടി ഹോമിച്ച് കളയേണ്ടതല്ല പെൺകുട്ടികളുടെ ജീവിതം ഇന്നത്തെ കാലത്ത്. എനിക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികളെ ആദ്യം സ്വയം ഡിപ്പെൻഡൻ്റ് ആക്കുക. ആ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയാൽ ഒരു പെൺകുട്ടിക്ക് അതുവഴി ഒരു ജോലി മാത്രമല്ല, അവൾക്ക് എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം കൂടിയാണ് അവൾക്ക് ലഭിക്കുന്നത്. അത് ആദ്യം പാരൻസ് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ കല്യാണം എന്നത് അവസാന വാക്ക് എന്നൊരു ധാരണ എല്ലാ പാരൻസും മാറ്റിവെക്കുക. വേണമെങ്കിൽ ജീവിക്കട്ടെ, കല്യാണം വേണമെങ്കിൽ ആയിക്കോട്ടെ, അത്ര മതി. അല്ലാതെ കല്യാണമാണ് ജീവിതം എന്നൊരു ധാരണ ഒരു പെൺകുട്ടികൾക്കും വേണ്ട. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ പെൺകുട്ടിക്ക്, അതായത് ആ പെൺകുട്ടി എന്തെങ്കിലും അവിവേകം കാണിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാണാം, ഈ പെൺകുട്ടിക്ക് ഒരാളോടെങ്കിലും ഇതൊക്കെ തുറന്നു പറയാൻ പാടായിരുന്നോ, അവൾക്ക് അതിനുള്ള സപ്പോർട്ട് ലഭിക്കുമായിരുന്നല്ലോ എന്ന്. പക്ഷെ ഈ കഥയില് ഈ ആരതിയുടെ ദുഃഖങ്ങൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം എല്ലാവരും പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യ്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാ ചെയ്യേണ്ടത്? എന്റെ പൊന്നു പെമ്പിള്ളേരെ, വീട്ടുകാർ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും ദയവേദ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അവിടെ വെച്ചിട്ട് ബൈ ബൈ പറഞ്ഞെങ്കിൽ ഇറങ്ങി പോരുക. വീട്ടുകാര് കുറച്ചൊക്കെ നിങ്ങളെ ഇതാക്കുമായിരിക്കും, കുറച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് തിരിച്ചു പോന്നൊക്കെ പറയുമായിരിക്കും. അവര് പറയേണ്ടവര് പറഞ്ഞോണ്ടേ ഇരുന്നോളും, പറയട്ടെ. കാരണം നമ്മളാണ് ഒരു ലൈഫിൽ അനുഭവിക്കുന്നത് മുഴുവൻ. ഒരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തെറ്റൊന്നും നമ്മൾ ഒരിക്കലും ആരോടും ചെയ്തിട്ടില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കഥയുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അവളും ആ ചെറുക്കൻ രണ്ട് മതമാണ്, സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. അന്നേരം രണ്ട് വീട്ടുകാരെ സപ്പോർട്ടില്ല. ഇവർക്കൊരു മകൻ പിറന്നു. ഈ സമയം വരെ ഇവരൊരു എന്താ പറയണ, ഇവരൊരു റെന്റ് ഹൗസിൽ, ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ചെറുക്കൻ്റെ വീട്ടുകാരെ അംഗീകരിച്ചു, വീട്ടിൽ കയറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് തുടങ്ങി, ഒന്നും കിട്ടിയില്ല വീട്ടിൽ നിന്ന്, സ്ത്രീധനമായിട്ടൊന്നും കിട്ടിയില്ല, എനിക്ക് സ്ത്രീധനമൊന്നും തന്നില്ല എന്നുള്ള രീതി ഇവന് തുടങ്ങി. ഇവന് പണം വേണം, ദുട്ട് അത് വേണം. ലാസ്റ്റ് എന്ത് ചെയ്ത്, ഇവളെപ്പോഴും പീഡനവും കാര്യങ്ങൾക്ക് മര്യാദക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ. പിന്നെ ഈ സ്വർണവും ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവന്റെ അമ്മയും ഈ പീഡനം തുടർന്നു, ഈ ചെറുക്കൻ്റെ അമ്മയും. ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം ഇവളെ ഉപദ്രവിച്ച്, എപ്പോഴും ഉപദ്രവങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ, ഇവളെ ഒരു തവണ ഉപദ്രവിച്ച് ഇവൾക്ക് ആ അടിക്കിടയിൽ ഇവളുടെ ബോധം പോയപ്പോൾ തന്നെ എന്ത് ചെയ്ത്, കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലൈസ് ചെയ്തു. എവിടെ? മെന്റൽ ഹോസ്പിറ്റലിൽ, അടുത്തുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് എന്താ, ഇവൾക്ക് മെന്റലി പ്രോബ്ലം ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസമാണ് ഇവൾക്ക് ബോധം വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേന് ഇവള് ഈ ഭ്രാന്താശുപത്രിയിലാണ്. അപ്പോൾ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ കാര്യം ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇവള് പിറ്റേ ദിവസം ആ എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയില്ല, ഇവളുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മുതലേ വീട്ടുകാർ പറഞ്ഞത്, അവന് ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കാം, നീ അവന്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോ, പൈസ ഞങ്ങൾ ഇപ്പൊ തന്നേക്കാം, നീ അവന്റെ വീട്ടിലോട്ട് തിരിച്ചു പോ. കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടിലൊന്നും വന്ന് നിൽക്കാൻ പാടില്ല, അതൊന്നും നാണക്കേടാണ്. നാട്ടുകാരെന്ത് പറയും, നീ സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലേ, നാട്ടുകാരെന്ത് പറയും, ഇത് തന്നെ പറച്ചില്. ഇവള് ലാസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ ഇവൾക്ക് അത്ര വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവന്റെ കൂടെ ഇവള് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനൊക്കെ അവിടെ വെച്ച് ഡ്രോപ്പായി പോയായിരുന്നു. പിന്നീട് ഇവള് അന്ന് പഠിച്ചുകൊണ്ടിരുന്ന എയർ ഹോസ്റ്റസിന്റെ ഒരു ഇതില്ലേ, അതായിരുന്നു. പിന്നെ അവര് ഫ്രണ്ട് ഓഫീസിലൊക്കെ ജോലിക്ക് കയറി ഇപ്പൊ ഡിവോഴ്സിനായിട്ട് നിൽക്കുകയാണ്. ഇവളുടെ വീട്ടുകാരെ സഹായം ചോദിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ വീട്ടുകാർ എപ്പോഴും പറഞ്ഞാൽ അവന്റെ കൂടെ പോ, അനുഭവിക്കുന്ന മുഴുവൻ ഇവളാണ്, അതാരും ചിന്തിക്കുന്നില്ല. വീട്ടുകാർക്ക് എപ്പോഴും എന്താ, നാട്ടുകാരെന്ത് പറയും, ഇതാണ് എല്ലാ വീട്ടുകാരുടെയും ചിന്താഗതി. ഇപ്പൊ ആ പെൺകുട്ടി കുറച്ചല്ല, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി. കാരണം അച്ഛനില്ലാതെ ഒരു മകനെ വളർത്തണേണ്.
അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ കുഞ്ഞിനെ അവളുടെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. അവൾ എന്നിട്ട് മാന്യമായിട്ട് ജോലിക്ക് പോവുക. ആരുടെ സഹായമോ ഒന്നുമില്ലാതെ തന്നെ തുച്ഛമായ ശമ്പളമാണെങ്കിൽ ആ ശമ്പളത്തിൽ ജീവിച്ചു പോകുന്നത് ഇപ്പം. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് നിങ്ങളെ നമ്മുടെ ജീവൻ കളയുന്ന ഒരു ഡിസിഷനും നമ്മൾ എടുക്കരുത്. കാരണം ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ച് കിട്ടത്തില്ല. അത് എത്ര പണം കൊണ്ട് വെച്ചാലും അത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പാരൻസ്, ഈ നിങ്ങൾ വിവാഹം കഴിച്ച് വിടാൻ നേരത്തെ നിങ്ങളുടെ ഒരു ബാധ്യത ഒഴിച്ചു വിട്ടു എന്നൊരു തീരുമാനം മാറ്റുക. ഇനിയെങ്കിലും ആ കുട്ടികളുടെ ജീവിതത്തിലോട്ട് വരിക. അവർക്ക് ആ ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയുക, പ്രഷർ ചെലുത്താതിരിക്കുക. പോവണ്ടെങ്കിൽ പോവണ്ട, ആ പെൺകുട്ടി എങ്ങനെയെന്ന് വെച്ചാൽ ജീവിച്ചോളും. അവർക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കുക. അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഇനി താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യുക. സ്വന്തമായിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ജോലി, ഒരു വിദ്യാഭ്യാസം, അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഓരോ മരണങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. സ്ത്രീധനത്തിന്റെ പേരിലാണ് അങ്ങനെ ഓരോന്നും. എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.